നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. തുലാം രാശിക്കാർക്ക് വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരികയാണ് ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെ. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ തുലാം രാശിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ തുലാം രാശിക്ക് കാര്യമായ നേട്ടം ഡയറക്റ്റായിട്ട് ഇല്ല. 2, 5, 7, 9, 11 ഭാവങ്ങളിലാണ് വ്യാഴം അതിൻ്റെ അനുഗ്രഹങ്ങൾ പരമാവധി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ തുലാം രാശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ വ്യാഴം ഇവിടെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ തുലാം രാശിയുടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും, എന്തെങ്കിലും നേട്ടമൊക്കെ ഉണ്ടാവുമോ, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ കൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ സൂര്യനും ചൊവ്വയും തുലാം രാശിയിൽ വരുന്നു, കൂടെ ബുധനും ഉണ്ട്. അത് ഒക്ടോബർ 17 സന്ധ്യയ്ക്കാണ് സൂര്യനും കൂടി ചൊവ്വയായിട്ട് യോഗം ചെയ്ത് തുലാം രാശിയിൽ വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. തുലാം രാശിക്കാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് ഒക്ടോബർ 17 ഒക്ടോബർ 27 ഇടയ്ക്കാണ്. ഓക്കെ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വ്യാഴം കൊണ്ട് ഈ സൂര്യൻ്റെയും ചൊവ്വയുടെയും യോഗം കൊണ്ട് ഉള്ള പ്രശ്നത്തിന് ചെറിയ രീതിയിലൊക്കെ പരിഹാരമാവും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി വ്യാഴത്തിന് 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കുമാണ് ദൃഷ്ടി വരുന്നത്. അപ്പോൾ ആ ദൃഷ്ടി 9ാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി വരുന്നത് ശനിയുടെ മേലാണ്. ശനി ഇവിടെ അനുകൂലമായിട്ട് നേരത്തെ തന്നെ തുലാം രാശിയുടെ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ശനിയുടെ മേളിൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി പതിയുന്നു. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പ്രശ്നത്തിന്, അതായത് ചൊവ്വയും സൂര്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന കൺഫ്യൂഷന് കുറേയൊക്കെ പരിഹാരമാവും. ഓക്കെ. അന്ന് ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ വ്യാഴം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ തുലാം രാശിക്ക് പ്രതീക്ഷിക്കാം എന്നതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവായി ഫോൺ വിളിക്കരുത്. അതിന് പകരം വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. അത് 1-2 ദിവസം കഴിഞ്ഞാൽ ഞാനത് വാട്സാപ്പിൽ മെസ്സേജ് ആകുമ്പോൾ നമുക്ക് സാവകാശം നമുക്ക് നോക്കി മറുപടിയൊക്കെ പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. പിന്നെ 1-2 പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. അദ്ദേഹം പ്രൊഫഷണൽ ജ്യോത്സ്യരായിരുന്നു. എൻ്റെ പിതാവിനും ജ്യോതിഷം അറിയാമായിരുന്നു. അപ്പോൾ കുടുംബപരമായിട്ട് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൂടാതെ പണ്ട് കാലത്ത് ഈ ജ്യോതിഷവും വൈദ്യവും ഒക്കെ ചെറിയ നാട്യവൈദ്യവും ഒക്കെ സൗജന്യമായിട്ട് ചെയ്തിരുന്ന ഒരു കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബം. അത് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ്. 1900 ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്.
അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇത് ജ്യോതിഷം പ്രൊഫഷനല്ല, തൊഴിലല്ല. അപ്പോൾ മറ്റ് രീതിയിൽ ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്ക് വരുമാനമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാരിറ്റിക്ക് വേണ്ടി, അതായത് ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള വരുമാനവും. ഓക്കെ, യൂട്യൂബിൽ നിന്ന് പണമുണ്ടാക്കുക എന്നുള്ള അല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് തീർച്ചയായിട്ടും 60 വയസ്സിന് ശേഷമാണ്, ഇപ്പോൾ എനിക്ക് 63 വയസ്സുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ ഈ ചാരിറ്റിക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടിയാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ജ്യോത്സ്യനല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൗശലങ്ങൾ ഉപയോഗിച്ച് പണം നേടുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല ഉള്ളത്. മറിച്ച് ഞാൻ ജീവിതത്തിൽ ഈ 63 വർഷത്തിനിടയ്ക്ക് ഞാൻ പഠിച്ച പാഠമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് പണം സമ്പാദിക്കുകയല്ല, മറിച്ച് പുണ്യം സമ്പാദിക്കുക. ഓക്കെ, മാധവസേവ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 100% ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം, അത് ജ്യോതിഷം പറഞ്ഞും എനിക്ക് ദക്ഷിണയായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ആത്മീയ കാര്യങ്ങൾക്കും ജനനന്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ ജ്യോത്സ്യൻ അല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും കൗശലങ്ങൾ ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. ജ്യോതിഷം എന്താണ് പറയുന്നത് അത് വെച്ച് ഞാൻ പറയുന്നു കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ഇതിൻ്റെ ദൃഷ്ടി വ്യാഴം കർക്കിടക രാശിയിൽ എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അതിൻ്റെ ദൃഷ്ടി 5, 7, 9 ഭാവങ്ങളിൽ വരും. അത് നിങ്ങളുടെ 5ാം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനത്ത് 2ാം ഭാവത്തിൽ വരും. ഓക്കെ, 7ാം ദൃഷ്ടി 4ാം ഭാവത്തിൽ വരും. 9ാം ദൃഷ്ടി നിങ്ങളുടെ 6ാം ഭാവത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് 3ഉം നല്ലതാണ്. പിന്നെ കർമ്മഭാവത്തിലാണ് ഈ വ്യാഴം വരുന്നത്, 10ാം ഭാവത്തിൽ. 10ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ പറയാം. എങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് നേട്ടമില്ല. പക്ഷേ 9ാം ഭാവത്തിൽ നിന്ന്, അതായത് ഇന്നിപ്പോൾ തീയതി 14ആണ്, ഇപ്പോൾ വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ അതുവഴി, അത് ആയിട്ട് കുറച്ച് മാസങ്ങളായി, അപ്പോൾ അതുവഴി നേട്ടങ്ങളുണ്ടാവും. നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും, എനിക്കുൾപ്പെടെ. ഞാൻ തുലാം രാശിയാണ്, ചിത്തിര നക്ഷത്രം. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ വലിയൊരു ശതമാനം ആൾക്കാർ ഞങ്ങൾക്ക് ഇടിവെട്ടിയൊന്നുമില്ല, എല്ലാം ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യത്തിനും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള മറുപടിയാണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഇടിവെട്ടത്തുമില്ല, മഴ പെയ്യത്തുമില്ല, മിന്നലും അടിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ ജാതകത്തിലും ഗ്രഹനിലയിലും രാശിഫലത്തിലും, ഇപ്പോൾ രാശിഫലമാണ് പറയുന്നത്, ദിനഫലം, അതിനകത്തൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എത്ര വലിയ ജ്യോത്സ്യം പറഞ്ഞാലും നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒക്കത്തില്ല. അതായത് ഞാൻ ഇപ്പോൾ ഇന്നലെ തന്നെ ഗൾഫിൽ നിന്ന് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അയാൾ നിരന്തരം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ നിറയെ ഭാഗ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങളിൽ 8 ഗ്രഹങ്ങളും അനുകൂലമാണ്. ഓക്കെ, പക്ഷേ അത്രയും സൗഭാഗ്യമുള്ള ഒരു ജാതകക്കാരൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ഞാൻ ദിനഫലത്തിൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട് ഷാർപ്പായിട്ടുള്ള ടൈമിങ്. അതിൽ
ഞാൻ പൊതുവെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏകദേശം രാവിലെ 4:45-നും 5:30-ക്കും ഇടയ്ക്കാണ് ബ്രഹ്മമുഹൂർത്തം നിൽക്കുന്നത്. ചെറിയ 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഡെയിലി. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അതായത് ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. സൗഭാഗ്യങ്ങളൊന്നും നിരവധി. അദ്ദേഹം തുലാം രാശി തന്നെയാണ്. പക്ഷേ സംഭവം ഇതാണ്, അയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ശരി, ജോലിയിൽ സംതൃപ്തിയില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗൾഫിൽ തന്നെ ജോലി, ഖത്തറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് സംഭവം ഇതാണ്, സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ അദ്ദേഹത്തിനുണ്ട്, പക്ഷേ സംഭവം മാനസികമായിട്ടുള്ള സംതൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട സംഭവം ഇതാണ്, നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം. അത് നിർബന്ധമാണ്. അത് ചെയ്യാത്തവർ ഇടിവെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇടിവെട്ടം നടന്നില്ലല്ലോ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിന് പണച്ചെലവ് വല്ലതും ഉണ്ടോ? ചെക്കോ ഡ്രാഫ്റ്റോ എല്ലാം എല്ലാവർക്കും കൊടുക്കണം? ഇല്ല. പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും ചിലവുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പരിശ്രമം കൊണ്ട് നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അതായത് ഗ്രഹനില, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഇതാണ്, കഴിഞ്ഞ ജന്മത്തിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യപ്രവൃത്തികളും മറ്റ് പ്രവൃത്തികളും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രഹനില എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് നിറയെ സൗഭാഗ്യങ്ങളാണ് ഈ പറഞ്ഞ പാർട്ടിക്ക്. പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുക, ക്ഷേത്രദർശനം സൗകര്യമുള്ളപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോയി ദൈവത്തെ തൊഴുതൊന്നും ഒരു കാര്യമില്ല. ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കണം. അതെങ്ങനെ വേണമെന്നുള്ളത്, ഇടിവെട്ട് സൗഭാഗ്യം എങ്ങനെ നേടാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 38 മിനിറ്റ് ഞാൻ ചെയ്തതാണ്, ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ. ഓക്കെ, അത് ദയവായിട്ട് കാണുക. അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അതെല്ലാം കൂടെ ഇതിനകത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇടിവെട്ട സൗഭാഗ്യങ്ങളൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങുകയും അതിൻ്റെ സൗകര്യമുള്ളപ്പോഴൊക്കെ അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്ത അതായത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, എങ്കിലേ സംഭവം അങ്ങ് അവിടെ ചെല്ലത്തുള്ളൂ. അതായത് കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഇടയിൽ വല്ലപ്പോഴുമൊക്കെ ചെന്ന് തല കാണിക്കുന്ന ആൾക്കാരെ ഒന്നും ദൈവത്തിന് രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിരവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹോം പേജിൽ കയറി ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ചെയ്ത വീഡിയോ ആണ്, 38 മിനിറ്റുള്ള വീഡിയോ. ഇടിവെട്ട് സൗഭാഗ്യം എങ്ങനെ നേടാം 1 രൂപ ചെലവില്ലാതെ. അതാണ് ആ ടൈറ്റിൽ തന്നെ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ പരിശ്രമം വേണം, അല്ലാതെ അലസതയും ഉള്ള ടി വിയൊക്കെ കണ്ട് ഉള്ള കണ്ണീർ സീരിയലൊക്കെ കണ്ട് സമയം പാഴാക്കിയിട്ട് തോന്നുമ്പോൾ കിടന്ന് ഉറങ്ങുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടത്തില്ല. അച്ചടക്കത്തോടെ നമ്മൾ പരിശ്രമത്തോടെ നല്ല ഗൗരവത്തോടെ പ്രാർത്ഥനയും ദർശനവും മന്ത്രജപങ്ങളും ദാനധർമാദികളും അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയെല്ലാം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഇപ്പോൾ മാത്രമല്ല ദശാബ്ദങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ,
എന്തായാലും ഇത് ഇപ്പോൾ കർമ്മഭാവത്തിൽ വ്യാഴം വരുന്നു. അപ്പോൾ നിങ്ങളുടെ കർമ്മ മേഖലയാണ്, തൊഴിൽ മേഖലയാണ് പ്രധാനമായിട്ടും ഇത് സ്വാധീനിക്കുക. അത് പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിക്കും. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. അത് കൂടാതെ ഇത് വരുന്നത് ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. അപ്പോൾ ഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ കൂടിയിരിക്കും. ഓക്കെ. അപ്പോൾ കർമ്മ മേഖലയിൽ, തൊഴിൽ മേഖല ഇപ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യം പറയാം. പുതുതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് ഒരു നല്ല ജോലി ലഭിക്കാൻ അവസരമൊരുങ്ങും. ഈ ഒക്ടോബർ 18-നും ഡിസംബർ 5-നും ഇടയ്ക്കുള്ള വ്യാഴം കർമ്മഭാവത്തിൽ വരുമ്പോഴുള്ള കാലഘട്ടത്തിൽ. പിന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രത്യേക, ഇപ്പോൾ ഒരു വ്യാപാരം നടത്തുകയാണെന്ന് വെച്ചു, അയാളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഒരു വ്യക്തി അല്ലെങ്കിൽ പുതിയ ഒരു കമ്പനി നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും. അത് ഈ ഡിസംബർ 5-ന് തൊട്ട് മുമ്പ് വേണമെന്നില്ല. ആ മാറ്റം വന്നതിന് ശേഷം പിന്നെ ഈ വ്യാഴം ഡിസംബർ 5-ന് മിഥുനം രാശിയിലേക്ക് തിരിച്ചു വരും, 9-ാം ഭാവത്തിൽ തന്നെ. ആ സമയത്ത് നിങ്ങൾക്ക് അത്യധികം നേട്ടങ്ങളുണ്ടാവും. അതായത് ഈ ഒക്ടോബർ 17 വരെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്നുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളല്ല, അതിനേക്കാൾ ഘനഗംഭീരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഡിസംബർ 5-ന് വ്യാഴം തിരികെ 9-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ നല്ല സമൂലമായ മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം. അതുപോലെ തന്നെ പുതിയൊരു മേലധികാരി വരികയും അയാളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, അങ്ങനെ നിരവധി മാറ്റങ്ങൾ തൊഴിൽ മേഖലയിലുണ്ടാവും, പോസിറ്റീവായിട്ടുള്ള തന്നെ. പിന്നെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി 6-ാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ശനിയുടെ മേലിൽ പതിക്കുകയാണ്. അപ്പോൾ 6-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ശത്രു, രോഗം, കടം, കേസ്, അപകടം, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ശനി ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന. ആ മേഖലയിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ കൂടും ഈ 40-45 ദിവസം. കാരണം വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ശനിയിലേക്ക് പതിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ദുർബലരാവും. അതുമാത്രമല്ല, ശത്രുക്കൾ കുറേ പേരൊക്കെ സൗഹൃദത്തിലേക്ക് വരികയും ചെയ്യും. കാരണം ഇവരുമായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ തോറ്റു പോവുകയേ ഉള്ളൂ എന്ന് തോന്നിയിട്ട് മനസ്സിലാക്കിയിട്ട് അവർ സൗഹൃദം സ്ഥാപിക്കാനെത്തും. പിന്നെ കടങ്ങൾ, സാമ്പത്തിക ആയിട്ടുള്ള കടങ്ങൾ കുറയും, ഗണ്യമായി കുറയും. അത് ഈ ഒക്ടോബർ 17 വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് ഉന്നതമായ രീതിയിൽ ഒക്ടോബർ 18-നും ഡിസംബർ 5-നും ഇടയ്ക്ക് കടങ്ങൾ കുറയും. അതുപോലെ തന്നെ കേസും വഴക്കുകളും വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും, രമ്യമായി പരിഹരിക്കപ്പെടും. അതിനുള്ള സാധ്യത. പിന്നെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശമിക്കാനുള്ള സാധ്യത കൂടുതലാണ്, പൂർണ്ണമായിട്ടും ഇല്ലാതാവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബാധകമാണ്. അതായത് നിങ്ങളുടെ ഈ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ പറഞ്ഞ മേഖലയിലെല്ലാം തന്നെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ
തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഒക്ടോബർ 17-നും 27-നും ഇടയ്ക്ക് ഈ ചൊവ്വയും സൂര്യനും കൂടെ ചേരുമ്പോൾ കുഴപ്പങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവും. സൂര്യൻ ഇവിടെ ഈ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ശാരീരിക മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാം. ചൊവ്വയും അതിനെ ആ പ്രശ്നത്തെ അധികരിക്കുന്നു എങ്കിലും ഈ ശനി കൂടുതൽ ബലവാനാകുന്നത് ഈ പ്രശ്നങ്ങൾ ഒരു വളരെയധികം പരിധി വരെ പരിഹരിക്കും. അതുമാത്രമല്ല, തൊഴിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ ഈ കർമ്മഭാവത്തിലുള്ള സ്ഥാനം കൊണ്ട്, സ്ഥിതി കൊണ്ട് ഒരു വളരെയധികം പരിധി വരെ കുറയുകയും ചെയ്യും. അതുകൂടാതെ ഒക്ടോബർ 24-ന് ബുധൻ ഈ ജന്മത്തിൽ നിന്ന് മാറി വൃശ്ചിക രാശിയിലേക്ക് 2-ാം സ്ഥാനത്തിലേക്ക്, ധനസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ബുധൻ അനുകൂലമായിട്ട് വരും. അപ്പോൾ ബുധൻ്റെ ശല്യം കുറയും, നേട്ടങ്ങൾ വരികയും ചെയ്യും. ആ ഡേറ്റുകൾ ശ്രദ്ധിക്കാം. ഒക്ടോബർ 17 തൊട്ട് ഒക്ടോബർ 24 വരെ ബുധനും ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും കൂടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 24-ാം തീയതി കഴിയുമ്പോൾ ബുധൻ്റെ അനുകൂലമായിട്ടുള്ള മാറ്റം വരും. അപ്പോൾ അത്രയും ദിവസം കൂടുതൽ ശ്രദ്ധിക്കാം. പക്ഷേ വ്യാഴത്തിൻ്റെ ഈ കർമ്മഭാവത്തിലുള്ള സ്ഥിതി കൊണ്ട് തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരു വലിയ പരിധിവരെ പരിഹരിക്കപ്പെടും. അതുമാത്രമല്ല, ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുമ്പോൾ അത് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് തരും. അതുമായിട്ട് ബന്ധപ്പെട്ടും ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും യോഗം, അതുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ കുറയും. ഓക്കെ. അതുമാത്രമല്ല, ഒക്ടോബർ 27-ാം തീയതി ചൊവ്വ ധനസ്ഥാനത്തോട്ട് മാറുകയും ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ നേട്ടങ്ങൾ അധികരിക്കും, നേട്ടങ്ങൾ വരും. അതുമാത്രമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അതായത് വ്യാഴം 9-ാം ഭാവത്തിൽ നിന്ന് നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒക്ടോബർ 17 വരെ. അതിനുശേഷം ഇദ്ദേഹം കർമ്മരംഗത്തൊക്കെ വരുന്നു, കർമ്മഭാവത്തിലേക്ക് വരുന്നു. എന്നിട്ട് ആ കർമ്മഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയെ ഒന്ന് ശുദ്ധീകരണം ചെയ്തെടുക്കുകയാണ്. അതായത് കുറേ നാൾ ഈ 9-ാം ഭാവത്തിൽ നിന്ന് തന്നിട്ട് ഇദ്ദേഹം കർമ്മ മേഖലയിലോട്ട് വന്നിട്ട് അവിടെ ഒന്ന് അടിച്ചു വാരുകയാണ്. ശുദ്ധീകരണം ചെയ്ത് നിങ്ങളുടെ തൊഴിൽ മേഖല ഒന്ന് വിപുലീകരിക്കുകയോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇദ്ദേഹം 40-45 ദിവസം നിന്നിട്ട് ഈ കർമ്മ മേഖല, നിങ്ങളുടെ തൊഴിൽ മേഖല ഉടച്ചു വാർത്തിട്ട് അത് വീണ്ടും ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടം തരുന്നു. അങ്ങനെ നമുക്ക് ഇത് വിശകലനം ചെയ്യാം. എന്തായാലും വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ ഗൃഹം, വീട്, വാഹനം, മാതാവ്, പിന്നെ സുഖസ്ഥാനം, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് പുതിയതായിട്ട് ലോൺ കിട്ടുകയോ അല്ലെങ്കിൽ വീടുള്ളവർക്ക് അത് പുതുക്കി പണിയുകയോ അതല്ലെങ്കിൽ ഒന്ന് പെയിൻ്റ് അടിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഗൃഹം നിങ്ങൾക്ക് മോടി പിടിപ്പിക്കാം. അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട ഭാഗ്യം നിങ്ങൾക്ക് വരും ഈ കാലയളവിൽ. വ്യാഴം 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ 7-ാം ദൃഷ്ടി 4-ാം ഭാവത്തിലേക്ക് പതിക്കുമ്പോൾ അത് തന്നെ നിങ്ങളുടെ വാഹനത്തിനും ബാധകമാണ്. പുതിയൊരു വാഹനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ
അതൊന്ന് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുകയോ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ മാതാവ് വഴി മാതാവോ അല്ലെങ്കിൽ മാതൃസ്ഥാനീയരോ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അത് പലതരത്തിലുള്ളത്. അത് മാത്രമല്ല, മാതാവിനും മാതൃതുല്യരായവർക്കും എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും, ശമിക്കും, നല്ല ചികിത്സ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ പൊതുവെ ശരീരത്തിനും മനസ്സിനും ഒരു സ്വസ്ഥത ഉണ്ടാവും. അതിവിടെ ഈ ചൊവ്വയും സൂര്യനും കൂടെ പണിയുന്ന പണിക്ക് ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ കർമ്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് 5-ാം ഭാവത്തിലേക്ക്, നിങ്ങളുടെ ധനസ്ഥാനത്തേക്കാണ്, വൃശ്ചികം രാശിയിലേക്കാണ്, 2-ാം ഭാവത്തിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ധനവരവും കൂടും. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ വ്യാഴം ഉച്ചരാശിയിൽ വരുന്നു, കർമ്മഭാവത്തിൽ വരുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും പ്രധാനമായിട്ടും കർമ്മരംഗം വിപുലീകരിക്കപ്പെടും, ഒന്ന് ശുദ്ധീകരിക്കപ്പെടും, ഒന്ന് സർവീസ് ചെയ്യപ്പെടും. ഓക്കെ. എന്നിട്ട് ഇദ്ദേഹം അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ തൊഴിൽ മേഖല ഒന്ന് അടിച്ചു വാരാൻ വേണ്ടിയാണ് ദുഷ്ടുകളെല്ലാം അടിച്ച് പുറത്ത് കളഞ്ഞ് ശുദ്ധീകരിച്ചിട്ട് വീണ്ടും ഭാഗ്യസ്ഥാനത്തേക്ക് ചെന്നിട്ട് അത് ഡിസംബർ 5-ന് ഭാഗ്യസ്ഥാനത്ത് തിരിച്ച് ചെന്നിട്ട് ഇതുവരെ കിട്ടിയിരുന്ന ഭാഗ്യങ്ങളെക്കാൾ കൂടുതൽ ദൈവാധീനവും ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് തരും. അപ്പോൾ ചുരുക്കത്തിൽ തുലാം രാശിക്കാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഒക്ടോബർ 17 തൊട്ട് ഒക്ടോബർ 27 വരെ തുലാം രാശിക്കാർ സൂക്ഷിക്കുക എന്നാണ്. സൂക്ഷിക്കുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും അത് രണ്ടും കൂടെ ചേർന്ന് പണിയുന്ന പണി, അതിന് ഈ വ്യാഴവും അതുപോലെ തന്നെ ശനിയും, വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുന്ന ശനിയും ചേർന്ന് വലിയൊരു അളവ് വരെ പരിഹരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതെല്ലാം തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടക്കണമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ ഒരു നിവൃത്തിയില്ല. അല്ലാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ. അതുപോലെ കർമ്മം, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നമുക്ക് സ്വയം അദൃശ്യതയോടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും കൊണ്ട് നമ്മുടെ ജീവിത നിമിഷങ്ങളെ നമ്മൾ പരിപോഷിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വയം പറയാം, അഭിമാനത്തോടെ അദൃശ്യതയോടെ പറയാം, ഞാനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന്. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ കഴിയണം. എങ്കിലേ അതുപോലെ തന്നെ ഈ ദാനധർമാദികൾ, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം അനുഷ്ഠിച്ച് മന്ത്രജപങ്ങളും ക്ഷേത്രദർശനവും, കൃത്യമായിട്ടുള്ള ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും വളരെ കർശനമായ അച്ചടക്കത്തോടും അതുപോലെ തന്നെ വളരെ കൃത്യനിഷ്ഠയോടും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ വരും, ഒരു സംശയവും വേണ്ട. അതൊക്കെ നേരിട്ട് അനുഭവിക്കുന്ന നിരവധി ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. ഓക്കെ. തൽക്കാലം ഇത്തരം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന്
എല്ലാവരുടെ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.